നമസ്കാരം. ഇടത് എം.എൽ.എ കെ.ടി. ജലീലും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസും തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. കെ.ടി. ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി പി.കെ. ഫിറോസ് രംഗത്ത് വന്നു. രാഷ്ട്രീയം തൊഴിലാക്കുന്ന പണി താൻ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ഫിറോസ് മറുപടി നൽകിയത്. പൊതുപ്രവർത്തനവും തൊഴിലും ബിസിനസ്സും ഒരുമിച്ച് നടത്തിയ പിതാവാണ് തനിക്ക് മാതൃകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗൾഫിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുകയും ബിനാമി ബിസിനസ്സുകൾ ഫിറോസ് നടത്തുന്നുണ്ടെന്നും ജലീൽ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിനുള്ള പ്രതികരണമായിട്ടാണ് ഫിറോസ് ഇങ്ങനെ പറഞ്ഞത്. രാഷ്ട്രീയം തൊഴിലാക്കുന്ന പണി ഇന്നുവരെ പി.കെ. ഫിറോസ് സ്വീകരിച്ചിട്ടില്ല. അതിൽ അഭിമാനമുണ്ടെന്ന് ഫിറോസ് പറഞ്ഞു. സൗദിയിൽ KMCC സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഫിറോസിന്റെ പ്രതികരണം. ലീഗിന്റെ വിശ്വാസ്യത തകർക്കാനാണ് കെ.ടി. ജലീൽ അടക്കമുള്ളവരുടെ നീക്കമെന്നും ഫിറോസ് പറയുകയുണ്ടായി. എന്നാൽ ഇതിന് മറുപടിയുമായി ജലീൽ രംഗത്തെത്തി. ഫിറോസിന്റെ പിതാവ് പല കച്ചവടവും നടത്തിയിട്ടുണ്ട് എന്നത് ശരിയാകാം, പക്ഷേ ഒന്നും ക്ലച്ച് പിടിച്ചില്ല. ഇപ്പോൾ സ്വസ്ഥം ഗൃഹഭരണം. കച്ചവടം നഷ്ടത്തിൽ കലാശിച്ച പിതാവിന്റെ മകൻ എങ്ങനെയാണ് നിരവധി ബിസിനസ്സുകളിൽ ഷെയർ ഹോൾഡർ ആവുക? അയാൾ എങ്ങനെയാണ് ലക്ഷപ്രഭുവാകുകയെന്നും ജലീൽ ഫേസ്ബുക്കിലൂടെ ചോദിച്ചു. പി.കെ. ഫിറോസിന് ഗൾഫിലും നാട്ടിലും പങ്കാളിത്തമുള്ളതും ബിനാമിയെ വെച്ച് നടത്തുന്നതുമായ എല്ലാ ബിസിനസ് സംരംഭങ്ങളെ തേടിയും അന്വേഷണ ഏജൻസികൾ എത്തും. ഫണ്ട് മുക്കി കുഴിച്ചിട്ട പണം ഏത് മരുഭൂമിയിലാണെങ്കിലും അടിവേരോടെ മാന്തി പുറത്തെടുക്കും. ഫിറോസിന്റെ പാർട്ട്ണർമാർ വേഗം തടി സലാമത്താക്കി കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് പോലും കാക്കച്ചി കൊത്തിപ്പോകുമെന്നും ജലീൽ തന്റെ പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു. മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ധോത്തി ചലഞ്ചിൽ 600 രൂപയ്ക്ക് കൊടുത്ത തുണി കമ്പനിയിൽ നിന്ന് വാങ്ങിയതിന്റെ GST ഉൾപ്പെടെയുള്ള 2,72,000 മുണ്ടിന്റെ മൊത്തം തുക അടങ്ങുന്ന ബില്ലിന്റെ കോപ്പി ഉടൻ പുറത്തുവിടണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു. ഫിറോസ് ദുബായിലെ ഒരു കമ്പനിയിലെ സെയിൽസ് മാനേജറാണെന്നതിന്റെയും മാസം 5.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നതിന്റെയും രേഖകൾ ജലീൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. 2021 താനൂരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 25 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നാണ് സത്യവാങ്മൂലത്തിൽ കാണിച്ചിരുന്നത്. 2024 ആയപ്പോഴേക്കും 5.25 ലക്ഷം രൂപയുടെ ശമ്പളം വാങ്ങുന്ന സ്ഥിതി ഫിറോസിന് എങ്ങനെയുണ്ടായി എന്ന് ജലീൽ ചോദിച്ചു. ഫിറോസ് ആ കമ്പനിയുടെ ഓഹരി ഉടമയാണ്. ഇതുമാത്രമല്ല, കൊപ്പത്ത് ഫ്രൈഡ് ചിക്കൻ ഫ്രാഞ്ചൈസി തുടങ്ങിയതും ഫിറോസ് ആണ്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ സെയിൽസ് മാനേജറാണ് ഫിറോസ് എന്നും ജലീൽ പരിഹസിച്ചു. 600 രൂപയുടെ ധോത്തി ചലഞ്ച് നടത്തി 16 കോടി രൂപയിലേറെ സമാഹരിച്ചതിന്റെ അഴിമതി നടന്നുവെന്ന് മുൻ ആരോപണത്തെക്കുറിച്ചും ജലീൽ പരാമർശിച്ചു. അന്ന് നൽകിയ ധോത്തി നിലവാരം കുറഞ്ഞതാണെന്ന് തെളിയിക്കാൻ ഒരു യൂത്ത് ലീഗുകാരൻ തന്നെ നൽകിയ ധോത്തി അദ്ദേഹം പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. താൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഖുറാൻ തൊട്ട് സത്യം ചെയ്യാൻ തയ്യാറാണെന്ന് ഖുറാൻ കയ്യിൽ പിടിച്ച് പറഞ്ഞ ജലീൽ ഇതുപോലെ സത്യം ചെയ്യാൻ പി.കെ. ഫിറോസ് തയ്യാറാണോ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസ് വയനാട്ടിൽ വീട് വെക്കാൻ പണം പിരിച്ചത് വിവാദമായി. യൂത്ത് ലീഗ് പണം പിരിച്ചാൽ പിന്നീട് നേതാക്കൾ പുതിയ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുന്നതാണ് കാഴ്ചയെന്നും ജലീൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. പി.കെ. ഫിറോസിന് ഒരു വിദേശ കമ്പനിയിൽ മാനേജർ ജോലി ഉണ്ടെന്നും അതിന്റെ പേരിൽ വൻതുക പറ്റുന്നുവെന്നും ജലീൽ ആരോപിച്ചിരുന്നു. ഫോർച്യൂൺ ഹൗസ് ജനറൽ എന്ന ദുബായ് കമ്പനിയുടെ മാനേജറാണ് പി.കെ. ഫിറോസ്. മാസം 5.25 ലക്ഷം രൂപയാണ് ഫിറോസിന്റെ ശമ്പളം എന്ന് ആരോപിച്ച ജലീൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തുവിട്ടു. 21/3/24 മുതൽ ഫിറോസ് ഈ ശമ്പളം വാങ്ങുന്നുണ്ട്. 2021 മത്സരിക്കുമ്പോൾ 25 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും ഫിറോസ് പറഞ്ഞിരുന്നു. ഇങ്ങനെ ബാധ്യതയുള്ള ആൾക്ക് 2024 ആകുമ്പോഴേക്ക് എങ്ങനെ ഇത്ര ശമ്പളം വാങ്ങുന്ന ജോലി കിട്ടിയെന്നും ജലീൽ ചോദിച്ചു. അതേസമയം മുൻ ലോകായുക്തയ്ക്ക് നേരെയും ജലീൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഐസ്ക്രീം പാർലർ കേസിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കിയ സമയത്ത് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു സിറിയക് ജോസഫിനെ ലീഗ് നേതാക്കൾ സ്വാധീനിച്ചാണ് ബന്ധു നിയമനത്തിൽ എനിക്കെതിരെ നടപടിയെടുപ്പിച്ചത്. ലീഗ് നേതാക്കൾ സിറിയക് ജോസഫിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും ജലീൽ ആരോപിച്ചിരുന്നു. KT അദീബ് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറാണെന്നും ജലീൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിനിടെ ഖുറാനും KT ജലീൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. മന്ത്രിയായ സമയത്ത് ബന്ധു നിയമനത്തിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഖുറാൻ പിടിച്ച് സത്യം ചെയ്യുന്നതായി KT ജലീൽ പറഞ്ഞിരുന്നു.